ഈ വരുന്ന ഞായറാഴ്ച UST ട്രിവാൻഡ്രം മാരത്തോൺ നടക്കുകയാണ്. എൻ്റെ 4ാമത്തെ ഹാഫ് മാരത്തോണാണ്. സോ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ റേസ് ഓടുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ പലർക്കും ഇത് ആദ്യത്തെ ഹാഫ് മാരത്തോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ കഴിഞ്ഞ 3 ഹാഫ് മാരത്തോൺ ഓടി എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഹാഫ് മാരത്തോൺ ഓടുന്ന UST ട്രിവാൻഡ്രം മാരത്തോണിലാണെങ്കിൽ റൂട്ട് മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേടി ഉണ്ടാവാനുള്ള റീസൺ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ആക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങളെ കൊണ്ട് ഇത്രയും കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പാനിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഹാഫ് മാരത്തോണും വരുന്ന സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് UST ട്രിവാൻഡ്രം മാരത്തോണിലും. പിന്നെ പല ഹാഫ് മാരത്തോണിലും നമ്മൾ കാണാറുള്ളത് 10K അല്ലെങ്കിൽ 12Kയിൽ ഒരു ചിലപ്പോൾ ലൂപ്പ് കാണും. ലൂപ്പ് കഴിഞ്ഞ് നമ്മൾ സെയിം റൂട്ട് വഴി തന്നെ തിരിച്ച് വരികയാണെങ്കിൽ അപ്പോൾ ഡിസ്റ്റൻസ് അത്ര ഉള്ളതായിട്ട് ഫീൽ ആവത്തില്ല, പക്ഷേ അത്രയും ഡിസ്റ്റൻസ് തന്നെ കാണും. UST ട്രിവാൻഡ്രം മാരത്തോണിൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും സെയിം ആണെങ്കിലും ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 3 കിലോമീറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഓവർലാപ്പ് ആകെ വരുന്ന ഒരു 3 കിലോമീറ്റർ കോമൺ ആയിട്ട് ആക്കുളത്തിൻ്റെയും USTയുടെ ഇടയിലുള്ള ഒരു സ്ട്രെച്ച് മാത്രമാണ് വരുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് റൂട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള പോലെ തോന്നുന്നത്. നോർമൽ ഡിസ്റ്റൻസ് തന്നെയാണ്, നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് തന്നെയാണ്. ആദ്യമായിട്ട് ഹാഫ് മാരത്തോൺ ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട ഹൈഡ്രേഷനിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ കിലോമീറ്ററിലും ഹൈഡ്രേഷൻ പോയിൻ്റ് ഉണ്ടെന്നാണ് അവരുടെ റൂട്ട് മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. സോ കിലോമീറ്റർ 1 മുതൽ കിലോമീറ്റർ 21 വരെ ഇഷ്ടംപോലെ ഹൈഡ്രേഷൻ സ്റ്റേഷൻസ് ഉണ്ട്. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിർത്തി വെള്ളം കളക്ട് ചെയ്യാം. സ്വന്തമായി വെള്ളം കൊണ്ട് ഓടുന്നവർക്ക് ആ വെള്ളം യൂസ് ചെയ്യാം. സോ ഹൈഡ്രേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇലക്ട്രോലൈറ്റ് എടുക്കേണ്ട സമയത്ത് ഇലക്ട്രോലൈറ്റ് എടുക്കുക, കാരണം ക്രാമ്പ് വരാൻ ചാൻസ് ഉണ്ട്. സോ പ്രത്യേകിച്ച് ഒരു 10 കിലോമീറ്ററൊക്കെ കഴിഞ്ഞിട്ട് കഴിയുന്നതും വെള്ളവും ഇലക്ട്രോലൈറ്റും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ നോക്കുക. പക്ഷേ ഇലക്ട്രോലൈറ്റ് 10 കിലോമീറ്റർ കഴിഞ്ഞാൽ എടുക്കുന്നത് നല്ലതായിരിക്കും, ക്രാമ്പൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. കഴിയുന്നതും ഹൈഡ്രേഷൻ നേരത്തെ തുടങ്ങുക. ടയേർഡായതിനു ശേഷമല്ല നിങ്ങൾ ഹൈഡ്രേഷൻ എടുക്കേണ്ടത്. ടയേർഡാവും എന്ന് തോന്നുന്നതിന് മുന്നേ തന്നെ ഹൈഡ്രേഷൻ എടുക്കുക. റേസ് ഡേയുടെ അന്ന് കഴിയുന്നത് നിങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. കാരണം ഫ്ലാഗ് ഓഫ് ടൈം 4:30ആണ്. നിങ്ങൾ എത്തിയാലും ഇല്ലെങ്കിലും ഫ്ലാഗ് ഓഫ് 4:30 തന്നെ തുടങ്ങും. സോ ഫ്ലാഗ് ഓഫ് മിസ്സാവാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കെങ്കിലും UST എത്തുന്ന രീതിയിൽ വരിക. സോ ബൈപ്പാസിൻ്റെ പല ഭാഗവും നമ്മൾ ഓടുന്ന റൂട്ടായതുകൊണ്ട് തന്നെ മിക്കവാറും റോഡിൻ്റെ വൺ സൈഡ് ക്ലോസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് മെയിൻ ഗേറ്റ് വഴി എൻട്രൻസും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ബാക്ക് ഗേറ്റ് വഴി വരേണ്ടി വരും. സോ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. പിന്നെ കഴിയുന്നതും ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഉറങ്ങാനൊക്കെ കിട്ടുന്ന സമയം മാക്സിമം 8 hours എങ്കിലും ഉറങ്ങാൻ നോക്കുക. കാരണം റേസിൻ്റെ അന്ന് നിങ്ങൾക്ക് ഉറക്കം ഭയങ്കര കുറവായിരിക്കും. ഒന്നാമത്തെ റേസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്രയും നേരത്തെ എത്തണമെന്നുള്ളത് കൊണ്ട് ഉറക്കം ശരിയാവില്ല. സോ കഴിയുന്നത് സാറ്റർഡേ മാക്സിമം ഉറങ്ങി ഫ്രഷ് ആയിരിക്കാൻ നോക്കുക. ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് കുറച്ച് കാർബ് ഹെവി ആയിട്ടും കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ രാത്രി കഴിയുന്നത് ലൈറ്റായിട്ട് കഴിക്കുന്നതായിരിക്കും പലർക്കും നല്ലത്. നിങ്ങൾക്ക് കഴിക്കുന്നതിന് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് കഴിക്കാം. പക്ഷേ അടുത്ത ദിവസം ഓടുന്നതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് UST ട്രിവാൻഡ്രം മാരത്തോണിൽ ഹാഫ് മാരത്തോൺ ഓടുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാ റണ്ണേഴ്സിനും ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഓടുന്ന കാറ്റഗറി ഹാഫ് മാരത്തോൺ ആയതുകൊണ്ട് അതിലുള്ളവർക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.